ഹോർമുസ് കടലിടുക്കിലെ ചുങ്കപ്പിരിവ് മാത്രമല്ല ഇനി കടലിനടിയിലെ കേബിളുകളും ഇറാന്റെ കൈകളിലായിരിക്കും. എന്തായാലും ഇറാൻ ആ ഒരു ഹോർമുസ് കടലിടുക്കിൽ വളരെ നിർണായകമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഓരോ നീക്കവും അവരുടെ വളരെ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്. മാത്രമല്ല ഇപ്പോൾ ഡേറ്റ കേബിളുകൾ അല്ലെങ്കിൽ ഇന്റർനെറ്റ് കേബിളുകൾ പിടിച്ചെടുക്കുന്നതും ഇപ്പോൾ ഇറാന്റെ കൈകളിലുള്ളതും ലോകരാജ്യങ്ങളെ വലിയ രീതിയിലുള്ള ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുകയാണ്. അമേരിക്കയെ യുദ്ധക്കളത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചതിന് ശേഷം തൊട്ടു പിന്നാലെ ലോകത്തെ മൊത്തം ഡിജിറ്റൽ ലോകത്തെയും മുട്ടുകുത്തിക്കാൻ പോകുന്നൊരു ആറ്റം ബോംബ് നീക്കവുമായിട്ട് ഇറാൻ രംഗത്തെത്തുകയാണ്. കടലിനടിയിലൂടെ പോകുന്ന ഇന്റർനെറ്റ് കേബിളുകൾക്ക് ഇനി മുതൽ ടോൾ വേണമെന്നാണ് ഇറാന്റെ പുതിയ നിലപാട്. പണം തന്നില്ല എങ്കിൽ ലോകത്തിന്റെ ഇന്റർനെറ്റ് പ്ലഗ് ഊരുമെന്ന ഇറാന്റെ ഈ ഒരു മാസ് കളി ലോകമെമ്പാടും വലിയ രീതിയിലുള്ള പരിഭ്രാന്തിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും കരുതിയത് ഹോർമുസ് കടലിടുക്ക് വെറും ഒരു എണ്ണ കപ്പൽ പാത മാത്രമാണ് എന്നതാണ്. എന്നാൽ ലോകത്തിന്റെ ആകെ ഈ ഇന്റർനെറ്റ് ഡാറ്റയുടെ 20% ഒഴുകുന്നത് ഇതേ കടലിന്റെ അടിത്തട്ടിലൂടെയാണ്. ലോകം ഇപ്പോൾ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണവില മുതൽ ആഗോള വിതരണവും ഇന്റർനെറ്റ് വരെയും ഇറാൻ അമേരിക്ക യുദ്ധം എല്ലാത്തിനെയും സ്വാധീനം ചെലുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ യുദ്ധം ഇനി രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് മുഴുവൻ ലോകത്തിനും ഒരു വെല്ലുവിളിയായിട്ട് മാറുന്നത്. ഇപ്പോൾ യുദ്ധത്തിന്റെ ആഘാതം പുതിയൊരു ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും പടരുകയാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ യുദ്ധം ഹോർമുസ് അടച്ചിട്ടത് കൊണ്ട് തന്നെ എത്രത്തോളമാണ് ലോക രാജ്യങ്ങളിലേക്ക് അതിന്റെ ഒരു പ്രത്യാഘാതം ഉണ്ടായത് എന്നുള്ളത് നമുക്കറിയാം. ഗ്യാസ് സിലിണ്ടറുകൾ തീരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു, ഈ എണ്ണ വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ സമ്പദ് മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുന്നു. ആ ഒരു തിരിച്ചടിയിലാണ് ഇപ്പോൾ ഇന്റർനെറ്റിന്റെ കാര്യത്തിലേക്കും ഇറാന്റെ കൈകൾ എത്തുന്നത്. ഇപ്പോൾ ഇന്റർനെറ്റ് നിയന്ത്രിക്കുന്നത്, അതായത് ഹോർമുസിലൂടെ കടന്നു പോകുന്ന ഡേറ്റ കേബിളുകൾ നിയന്ത്രിക്കുന്നത് ഇനി ഇറാനാണ്. ഇന്റർനെറ്റ് വിച്ഛേദിക്കുന്നതിലൂടെ എത്രത്തോളമായിരിക്കും അത് ലോകത്തെ ബാധിക്കുന്നത് എന്നാണ്. എന്തായാലും സൈനിക നടപടികളോടെയാണ് ഇത് ആരംഭിച്ചത് എങ്കിലും ഇപ്പോൾ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ യുദ്ധകളത്തിനപ്പുറം കടന്ന് ലോകം മുഴുവൻ വ്യാപിച്ച അവസ്ഥയിലാണ്. അതായത് എണ്ണ, ഷിപ്പിംഗ്, വിതരണം, വിപണികൾ എന്നിവയെ ബാധിച്ചതിനു ശേഷം ഒരു പുതിയ ആശങ്ക കൂടി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതായത് ഇന്റർനെറ്റ്. ഇത് കേൾക്കുമ്പോൾ പുതിയൊരു കാര്യമായിട്ട് തോന്നാമെങ്കിലും ഇന്റർനെറ്റും ഇപ്പോൾ സമ്മർദ്ദം ചെലുത്താനുള്ള ഒരു ആയുധമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇറാന്റെ അടുത്ത പദ്ധതി അല്ലെങ്കിൽ ഒരു നീക്കം എന്ന് പറയുന്നത്. അടുത്തിടെ ഇറാന്റെ സാമ്പത്തിക വക്താവ് ഇബ്രാഹിം സോഫൽ ഫഗാരി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള എക്സിൽ തങ്ങൾ ഇന്റർനെറ്റ് കേബിളുകൾക്ക് ഫീസ് ഏർപ്പെടുത്തുമെന്ന് അറിയിച്ചിരുന്നു. അതായത് ഈ കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ കടലിനടിയിലൂടെ സ്ഥാപിച്ചിട്ടുള്ള ഇന്റർനെറ്റ് കേബിളുകൾ ഉപയോഗിക്കുന്നതിന് കമ്പനികൾ ഇനി പണം നൽകേണ്ടി വരും. അതാണ് മറ്റൊരു ഭീഷണി എന്ന് പറയുന്നത്. ഇത് അത്ര ചെറിയ കാര്യമല്ല. കാരണം ലോകത്തിലെ ഇന്റർനെറ്റിന്റെ ഭൂരിഭാഗവും ഈ കേബിളുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഭൂമിക്ക് മുകളിൽ നമ്മൾ കാണുന്ന ഇന്റർനെറ്റ് യഥാർത്ഥത്തിൽ കടലിനടിയിലൂടെ ഒരു രാജ്യത്തെ മറ്റൊരു രാജ്യവുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു ഫൈബർ കേബിളുകൾ വഴിയാണ് തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ പ്രശ്നം മനസ്സിലാക്കാനായിട്ട് വിപുലമായിട്ടുള്ള ഡേറ്റ വിശകലനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിന് താഴെ ഒരു വലിയ ഇന്റർനെറ്റ് കേബിളുകളുടെ ശൃംഖല നിലവിലുണ്ട് എന്നാണ് ഡേറ്റകൾ വെളിപ്പെടുത്തുന്നത്. എണ്ണയ്ക്ക് മാത്രമല്ല, ഇന്റർനെറ്റിനും ഈ ഒരു പ്രദേശം അതിനിർണായകമായി എന്നുള്ളത് ഇറാൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ കളി മാറ്റിയിരിക്കുകയാണ്. എണ്ണ മാത്രമല്ല, കപ്പലുകളും അല്ലെങ്കിൽ ഈ ചരക്ക് കപ്പലുകൾ തടഞ്ഞിടുന്നത് മാത്രമല്ല, അടുത്ത ഈ ഡേറ്റകളും അതായത് ഇന്റർനെറ്റിനെയും വിച്ഛേദിക്കാനുള്ള ഒരു നീക്കം, അതായത് ഏതെങ്കിലും തരത്തിൽ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഇറാൻ പറയുന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഡേറ്റകൾ അവർ കട്ട് ചെയ്യും. മാത്രമല്ല, ഈ ഡേറ്റയിൽ നിന്നൊരു ടോൾ പിരിവ് അവർ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇനി ഏഷ്യയും ആഫ്രിക്കയും യൂറോപ്പിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന നിരവധി പ്രധാന കേബിളുകൾ ഈ ഒരു പ്രദേശത്തു കൂടിയാണ് കടന്നു പോകുന്നത്. അതിനർത്ഥം ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു തടസ്സം പോലും ഒരേ സമയം നിരവധി രാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കും എന്നുള്ളതാണ്. ഇന്ത്യ ടുഡേയുടെ ഓപ്പൺ റിസോഴ്സ് ഇന്റലിജൻസ് സംഘം നടത്തിയ ഒരു അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഇന്ത്യ ടുഡേയില് വന്ന ഒരു വാർത്തയാണിത്. ആ വാർത്തയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ടെലി ജിയോഗ്രാഫി എന്ന അന്താരാഷ്ട്ര സംഘടനയിൽ നിന്നുള്ള ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഹോർമുസ് കടലിടുക്കിന് താഴെ ഒരു വലിയ ഇന്റർനെറ്റ് കേബിളുകളുടെ ശൃംഖല ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എണ്ണയ്ക്ക് മാത്രമല്ല, ഡിജിറ്റൽ ലോകത്തിനും ഈ ഒരു പ്രദേശം വളരെ നിർണായകമാണ്. ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഫാൽക്കൻ, GBICS, എ ആഫ്രിക്ക, സിമിവേ 6, AE1 തുടങ്ങിയ ഉൾപ്പെടെ നിരവധി പ്രധാന കേബിളുകൾ ഈ മേഖലയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നിവർക്കിടയിലുള്ള
ഇന്റർനെറ്റ് ഗതാഗതം ഈ കേബിളുകൾ കൈകാര്യം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു രാജ്യങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഫൈബർ കേബിളാണ് ഈ കടലിനടിയിലൂടെ പോകുന്നത്. അതായത് ലോകത്തിന്റെ വലിയൊരു ഭാഗം ഈ റൂട്ടിലൂടെയാണ് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇത് ഇന്ത്യയെ ബാധിക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം കേബിളുകൾ പലതും ഇന്ത്യയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. മുംബൈ, ചെന്നൈ നഗരങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഈ ഒരു കേബിളുകളാണ് ഇന്ത്യയെ ഗൾഫ് രാജ്യങ്ങളുമായിട്ടും യൂറോപ്പുമായിട്ടും ആഫ്രിക്കയുമായിട്ട് ബന്ധിപ്പിക്കുന്നത്. എയർടെലിനെയും ജിയോയൊക്കെ ഇത് ബാധിച്ചേക്കാം. എന്നാൽ എയർടെൽ, ജിയോ പോലുള്ള പ്രധാന ഇന്ത്യൻ ടെലികോം കമ്പനികളും ഈ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗങ്ങളായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ ഈ ഒരു റൂട്ടിലെ ഏതെങ്കിലും തടസ്സം, ഫീസ് വർധനവ് അല്ലെങ്കിൽ കേബിളുകൾക്ക് കേടുപാടുകൾ എന്നിവ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങളെ അത് നേരിട്ട് ബാധിക്കും. ഇന്ന് ഇന്റർനെറ്റ്, സോഷ്യൽ മീഡിയ ഇല്ലാത്ത ഒരു കാര്യം പോലും ഇല്ല. മാത്രമല്ല ഈ ബാങ്കിങ്, UPI പേയ്മെന്റുകൾ, ഓഫീസ് ജോലി, ഓൺലൈൻ വിദ്യാഭ്യാസം, വീഡിയോ സ്ട്രീമിംഗ്, കോർപ്പറേറ്റ് ഡാറ്റ എന്നിവയെല്ലാം ഇതിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇന്റർനെറ്റിന്റെ വേഗത കുറയുകയോ ചിലവേറിയതാവുകയോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് ചിലപ്പോൾ നിലയ്ക്കുകയോ ചെയ്താൽ അത് ദൈനംദിന ജീവിതത്തെ സാരമായിട്ട് ബാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്. കൂടാതെ കേബിളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ കേടുപാടുകൾ സംഭവിച്ചാൽ അത് പരിഹരിക്കാൻ വലിയ തോതിൽ സമയമെടുക്കേണ്ടി വരും. കാരണം ഇത് പുറമേ അല്ലെങ്കിൽ ഒരു കരയിലുള്ള കാര്യമല്ല കേട്ടോ. ഈ കേബിള് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കടലിനടിത്തട്ടിലുള്ളതാണ്. അപ്പൊ ഈ കടലിനടിയിലെ ജോലി എന്ന് പറയുന്നത് എപ്പോഴും ദുഷ്കരമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അത് വീണ്ടും പണിയുക അല്ലെങ്കിൽ അതിനെ റിപ്പയർ ചെയ്ത് ഓക്കെ ആക്കി എടുക്കുക എന്ന് പറയുന്നത് ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യമാണ്. കാരണം കടലിന് അടിത്തട്ടിലെ കേബിളുകളാണിത്. എന്തായാലും ചുരുക്കത്തിൽ യുദ്ധത്തിൽ മാത്രം ഒതുങ്ങുന്ന ഭീഷണിയല്ല ഇപ്പോൾ നിലവിലുള്ളത്. ഇന്റർനെറ്റും ഒരു പ്രധാന ഘടകമായിട്ട് മാറിയിരിക്കുന്നു. ഭാവിയിൽ സ്ഥിതി കൂടുതൽ വഷളായി കഴിഞ്ഞാൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാവരെയും ഇത് ബാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതായത് ഈ ഒരു യുദ്ധം എത്രത്തോളമാണ് ലോകരാജ്യങ്ങളെ ബാധിച്ചിരിക്കുന്നത് എന്ന് നോക്കൂ. എണ്ണ അല്ലെങ്കിൽ ഈ ചരക്ക് കപ്പലുകൾ വരുന്നത് മാത്രമല്ല, ഇപ്പോൾ ഇന്റർനെറ്റിനെയും ബാധിക്കുന്നു, അല്ലെങ്കിൽ ഇന്റർനെറ്റിനെ അത് ബാധിച്ചേക്കാം എന്നുള്ള വാർത്തകൾ കൂടിയാണ് വരുന്നത്. ഇനി അമേരിക്കയുടെ വ്യോമാക്രമണ ഭീഷണിയെ ഗൾഫ് രാജ്യങ്ങളുടെ സഹായത്തോടെ താൽക്കാലികമായിട്ട് പ്രതിരോധിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ തങ്ങളുടെ യഥാർത്ഥ യുദ്ധതന്ത്രം പുറത്തെടുത്തിരിക്കുന്നത്. തോക്കുകളും മിസൈലുകളും കൊണ്ട് മാത്രമല്ല, ലോകത്തിന്റെ ശ്വാസനാടിയായ ഇന്റർനെറ്റ് ഡേറ്റയുടെ നിയന്ത്രണം കൈക്കലാക്കിക്കൊണ്ട് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളെയും സമ്മർദ്ദത്തിലാക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്ന് ഇറാൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇതിനോടകം തന്നെ. ഇനി ഹോർമസ് കടലിടുക്കിന്റെ അടിത്തട്ടിലൂടെ പോകുന്ന ഈ ഒരു ഡിജിറ്റൽ പാതകൾ വെറും ഒരു കേബിളുകളല്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. മറിച്ച് ദിനംപ്രതി അതൊരു $10 ട്രില്യൺ ആഗോള ബാങ്കിങ് ഇടപാടുകൾ നിയന്ത്രിക്കുന്ന രക്തധമനികളാണ്. അവിടെയാണ് സാമ്പത്തികമായിട്ട് വീണ്ടും ഇറാന് ഈ പറയുന്ന രാജ്യങ്ങളെ തകർക്കാൻ കഴിയുന്നത്. രാജ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലിനെയൊക്കെ മാത്രമല്ല, ലോകരാജ്യങ്ങൾ ഇപ്പോൾ അതിന്റെ അനുഭവിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇറാന്റെ പുതിയൊരു ഡിജിറ്റൽ ടോൾ നീക്കം കേവലം ഒരു സാങ്കേതിക തർക്കമല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളെയും ബാങ്കിങ് മേഖലകളെയും ഒന്നടക്കം തകർക്കാൻ പോകുന്ന വലിയൊരു സാമ്പത്തിക ആയുധമാണ്. ഇനി ഗൂഗിൾ, മെറ്റ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ ആഗോള ടെക് ഭീമന്മാർക്ക് ഇറാന്റെ ഈ ഒരു പുതിയ നിബന്ധനകൾക്ക് മുന്നിൽ പെട്ടെന്ന് വഴങ്ങാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത ഉപരോധങ്ങൾ ഉള്ളതിനാൽ ഒരു അമേരിക്കൻ കമ്പനിക്കും ഇറാനിലേക്ക് ഔദ്യോഗികമായിട്ട് പണം കൈമാറാൻ അനുവാദമില്ല. ഈ ഒരു നയതന്ത്ര കുരുക്ക് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു പ്രതിസന്ധിക്കാണ് വഴി തുറന്നിരിക്കുന്നത്. എന്നാൽ ഇറാന്റെ ഈ ഒരു പുതിയ നീക്കങ്ങളെ അമേരിക്ക വെറുതെ കണ്ടു നിൽക്കില്ല, അങ്ങനെ നിൽക്കാൻ സാധ്യതയുമില്ല. ഇതിനോടകം തന്നെ ഇറാന്റെ തുറമുഖങ്ങളിലേക്കുള്ള ഉപരോധത്തിന്റെ ഭാഗമായിട്ട് 85-ലധികം കപ്പലുകൾ US സൈന്യം വഴിതിരിച്ചു വിട്ടു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഇതിനോടകം തന്നെ വരുന്നുണ്ട്. നയതന്ത്ര ചർച്ചകൾക്കായിട്ട് ഡൊണാൾഡ് ട്രംപ് നൽകിയ ആ 3 ദിവസത്തെ കാലാവധി അവസാനിക്കാറായ സാഹചര്യത്തിൽ അമേരിക്ക കൂടുതൽ കടുത്ത സാമ്പത്തിക സൈനിക നീക്കങ്ങളിലേക്ക് കടക്കുമെന്നുള്ള സൂചനയാണ് പുറത്തു വരുന്നത്. എന്തായാലും സാധാരണക്കാരായിട്ടുള്ള ഇന്റർനെറ്റ് ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇന്റർനെറ്റ് പൂർണ്ണമായിട്ട് നിശ്ചലമാകില്ല എങ്കിലും ഡാറ്റ ട്രാഫിക് മറ്റ് ദൈർഘ്യമേറിയ പാതകളിലേക്ക് വഴിതിരിച്ചറിയേണ്ടി വരുന്നത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കും. ഓൺലൈൻ ഗെയിമിംഗ്, 4K ലൈവ് സ്ട്രീമിംഗ്, വലിയ ബാങ്കിംഗ് ഇടപാടുകൾ എന്നിവയുടെ വേഗത കുറയാനും ക്ലൗഡ് സേവനങ്ങളുടെ വില വർദ്ധിക്കാനും ഇത് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ലോകത്തെ ഓരോരുത്തരെയും ഇത് ബാധിക്കുന്ന വിഷയമാണ്. അങ്ങനെ ഹോർമസ് വീണ്ടും വളരെ നിർണായകമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിർണായക ഘട്ടത്തിലാണ് അടുത്തത് എന്ത് എന്നുള്ള ചോദ്യം അമേരിക്കയ്ക്ക് മുന്നിൽ നിൽക്കുന്നത്. കാരണം സാമ്പത്തികമായിട്ട് തളർത്തി, സൈനികമായിട്ട് തളർത്തി, പറയുന്ന ഈ കപ്പലുകൾ അവിടെ കുടുങ്ങി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനിടയിൽ അമേരിക്ക തന്റെ തീരുമാനങ്ങളെ നീക്കി രംഗത്തെത്തി. ഇപ്പോൾ ഇതാ കേബിളുകൾക്ക് മേൽ ടോൾ പിരിവ് നടത്താൻ ഇറാൻ ഒരുങ്ങുകയാണ്. ഇതാണ് ഇറാന്റെ അടുത്ത നിർണായക നീക്കം എന്ന് പറയുന്നത്. എന്തായാലും ഈ നീക്കത്തെ
ഘട്ടത്തിൽ ആരൊക്കെ കുടുങ്ങുമെന്നുള്ളതാണ്. എന്തായാലും ലോകരാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു പ്രതിസന്ധി ആയിരിക്കും. അത്തരം ഒരു ഘട്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവായിരിക്കും. അങ്ങനെ പോകാതെ ഇറാന് മുന്നിൽ ഇറാൻ പറയുന്ന കാര്യങ്ങൾക്ക് അമേരിക്ക അടിയറവ് പറയാൻ വേണ്ടിയിട്ട് ഈ ലോകരാജ്യങ്ങൾ അമേരിക്ക കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നതിൽ സംശയമില്ല.